പഴകിയ ഭക്ഷണം പിടികൂടാനെത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ഹോട്ടൽ ഉടമയും ജോലിക്കാരും ചേർന്ന് തടഞ്ഞുവെച്ചു. സ്ത്രീ ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ടതായി പരാതി. പണയത്തിലിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനെന്ന വ്യാജേന വിളിച്ചുവരുത്തിയ ആളെ ആക്രമിച്ച് 5.5 ലക്ഷം കവർന്നതായി പരാതി. കോഴിക്കോടുള്ള ജ്വല്ലറി ഏജന്റാണ് ആക്രമണത്തിനിരയായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മിക്കുന്നു. പുഴയിലൂടെ താൽക്കാലിക റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാലമാണ് പുനർനിർമ്മിക്കുന്നത്. മച്ചാട് മേലില്ലത്ത് കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു. വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. അവണിശ്ശേരി സ്വദേശി ജിതീഷിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ പഴകിയ ഭക്ഷണം പിടികൂടാനെത്തിയ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ഹോട്ടലുടമയും ജോലിക്കാരും ചേർന്ന് തടഞ്ഞുവെച്ചു. സ്ത്രീ ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ടു. സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സൂരജിന്റെ ഉടമസ്ഥതയിലുള്ള കിഴക്കേനടയിലെ ടേസ്റ്റി പാലസ് എന്ന ഹോട്ടലിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി പാഴ്സൽ വാങ്ങിയ യുവതിക്ക് ഭക്ഷണത്തിൽ നിന്ന് കോഴിത്തൂവൽ ലഭിച്ചിരുന്നു. ഇവർ നഗരസഭയിൽ നൽകിയ പരാതി പ്രകാരമാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A. നിസാറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്ക് എത്തിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കള പ്രവർത്തിക്കുന്നത് എന്നും ഹോട്ടൽ അടച്ചുപൂട്ടണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി. മുകളിലെ മുറിയിലെ ഫ്രീസറിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന 65 കിലോയോളം ചിക്കൻ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. ഇവ താഴെയിറക്കാൻ ശ്രമിച്ച സാനിറ്റേഷൻ വർക്കർമാരായ KA പ്രീത, PK നജ്മ എന്നിവരെയാണ് ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ടത്. ഏറെ നേരത്തെ ബഹളത്തിനൊടുവിലാണ് ഇവരെ മോചിപ്പിച്ചത്. മഹസർ തയ്യാറാക്കി ചിക്കൻ കൊണ്ടുപോകാൻ ശ്രമിച്ച പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KB സുബിൻ, MD റിജേഷ് എന്നിവരെയും ഹോട്ടൽ ജീവനക്കാർ തടഞ്ഞുവെച്ചു. രാവിലെ വാങ്ങിയ ചിക്കനാണ് ഇതെന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും ഹോട്ടൽ ഉടമ അറിയിച്ചു. ഹോട്ടലുകാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ആരോഗ്യ വിഭാഗം സ്വീകരിക്കുന്നത് എന്നും ഇവർ ആരോപിച്ചു. ഏറെ നേരം നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിന്റെയും നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസിന്റെയും നിർദ്ദേശപ്രകാരം 250 ഗ്രാം ചിക്കൻ മാത്രം പരിശോധനയ്ക്കെടുത്തു. സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയും നൽകി. സംഭവത്തെക്കുറിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയതായി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ അറിയിച്ചു. TCV ഗുരുവായൂർ. പണയത്തിലിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തിയ ആളെ ആക്രമിച്ച് 5.5 ലക്ഷം കവർന്നു. കോഴിക്കോടുള്ള ജ്വല്ലറിയുടെ ഏജന്റിനെ പൊയ്യയിൽ ആക്രമിച്ചാണ് പണം കവർന്നത്. കോഴിക്കോട് നെല്ലിക്കോട് മേത്തൽ സ്വദേശി ചന്ദ്രോദയം വീട്ടിൽ ശ്യാംലാലിനെയാണ് ആക്രമിച്ച് പണം തട്ടിയത്. പരിക്കേറ്റ ഇയാൾ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പണയത്തിലിരിക്കുന്ന ലേലത്തിനുള്ള 94 ഗ്രാം സ്വർണം തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഒരു സ്ത്രീയാണ് ജ്വല്ലറി ഉടമയെ വെള്ളിയാഴ്ച വിളിച്ചത്. രാവിലെ തീവണ്ടി മാർഗം തൃശൂരിലെത്തിയ ശ്യാംലാൽ ബസ്സിൽ കൊടകര വഴി മാളയിലെത്തുകയായിരുന്നു. മാളയിലെത്തിയ ശേഷം സ്ത്രീയെ വിളിച്ചപ്പോൾ പൊയ്യയിൽ അഡാക്കിന്റെ ഫിഷ് ഹബിന് മുന്നിൽ സഹോദരൻ ബൈക്കിലെത്തുമെന്ന് അറിയിക്കുകയായിരുന്നു. പൊയ്യയിൽ എത്തിയ ശ്യാംലാൽ പണമടങ്ങിയ ബാഗുമായി സ്ത്രീ പറഞ്ഞതനുസരിച്ച് ബൈക്കിൽ കയറി. ബൈക്ക് കഴിഞ്ചിത്തറ ഭാഗത്തേക്കുള്ള ആളൊഴിഞ്ഞ വഴിയിലെത്തിയപ്പോൾ ശ്യാംലാലിനെ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കെറിഞ്ഞപ്പോൾ താഴെ വീണ ശ്യാംലാലിനെ ഇരുവരും ചേർന്ന് ആക്രമിച്ച് ബാഗ് തട്ടിയെടുത്ത ശേഷം 3 പേരും ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ശ്യാംലാൽ മാള പോലീസിൽ മൊഴി നൽകി. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്തു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഭാരതപ്പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മാണം ആരംഭിച്ചു. കരിങ്കല്ലും മണ്ണും മണലും നിറച്ചാണ് താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഉരുക്ക് ഗർഡറുകൾ ഉയർത്തി ഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നതോടൊപ്പം വെള്ളം ഒഴുകിപ്പോകാൻ പ്രത്യേക പൈപ്പുകളും റോഡിനടിയിൽ സ്ഥാപിക്കുന്നുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പരിശോധന നടത്തി അനുമതി ലഭിച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്.
2 പാലങ്ങളിൽ ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്. തൂണുകൾക്ക് കേടുപാടുകൾ ഇല്ലാത്തതിനാൽ അത് നിലനിർത്തും. ചെറുതുരുത്തി തടയണയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ലോഡ് കണക്കിന് മണ്ണും കല്ലും കൊണ്ടുവന്നാണ് പുഴയിലൂടെ റോഡ് നിർമ്മിക്കുന്നത്. തെക്കുംകര മേലില്ലത്ത് കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു. മണ്ടോളി വീട്ടിൽ ഷാജിയുടെ വാഴകളാണ് ഇന്ന് പുലർച്ചെ കാട്ടാനകൾ നശിപ്പിച്ചത്. വേനൽ രൂക്ഷമായതോടെ മച്ചാട് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് വീരോലിപ്പാട മുളയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിരുന്നു. വാഴാനി ഡാമിന് മുൻഭാഗത്തുള്ള ആദിവാസി കോളനി പരിസരത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആനകളുടെ സഞ്ചാരഗതിക്ക് ഇതൊന്നും തടസ്സമല്ലെന്നും നിരന്തരം ആനകൾ കോളനി പരിസരത്ത് വിഹരിക്കുന്നുണ്ടെന്നും കോളനി നിവാസികൾ പറയുന്നു. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അവണിശ്ശേരി മാമ്പിള്ളി വീട്ടിൽ കുട്ടൻ മകൻ ജിതീഷിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ ജഡ്ജി കെ.ഇ. സാലിഹ് ശിക്ഷിച്ചത്. 2017 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ അഡ്വക്കേറ്റ് കെ.ബി. സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരനെ 12 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ അടയ്ക്കുവാനും കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചു. എടത്തിരുത്തി തട്ടാരപ്പുരയ്ക്കൽ 62 വയസ്സുള്ള വിശ്വംഭരനെയാണ് പ്രത്യേക കോടതി ജഡ്ജ് വി. വിനീത ശിക്ഷിച്ചത്. 2020 ജനുവരി മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിഴത്തുക ഈടാക്കുന്ന മുറയ്ക്ക് അതിജീവിതയ്ക്ക് നൽകുവാനും കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ.എസ്. സുലാൽ ഹാജരായി. 11 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 48-കാരനെ 12 വർഷം കഠിന തടവിനും 1 മാസം വെറും തടവിനും 1,50,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. പാവർട്ടി മരുതയൂർ സ്വദേശി ഒസാരു വീട്ടിൽ ബഷീറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ്തയിൽ ശിക്ഷിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 1 വർഷവും 6 മാസവും കൂടി തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, സി. നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിക്കാവ് ലേലം നടന്നു. 3ാം ലേലത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകപുരം സ്വദേശി പതിയാശ്ശേരി മോഹനൻ 13,01,000 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. 16 ലക്ഷം രൂപയ്ക്കാണ് ലേലം വിളി ആരംഭിച്ചതെങ്കിലും തുടർന്ന് വിളിക്കാൻ ആരും തയ്യാറായില്ല. തുടർന്ന് ലേലത്തുക താഴ്ത്തി വിളിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ ബി. അനിൽകുമാറിന്റെ സാന്നിധ്യത്തിലാണ് ലേല നടപടികൾ നടന്നത്. കഴിഞ്ഞ 14-ന് റവന്യൂ വകുപ്പ് പുനർലേലം നടത്തിയ ലേലം ജില്ലാ കളക്ടർ റദ്ദാക്കിയിരുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശി പരപ്പിൽ സത്യൻ സമർപ്പിച്ച 5.5 ലക്ഷം രൂപയുടെ ടെൻഡറാണ് റദ്ദാക്കിയത്. കുറഞ്ഞ നിരക്കിലുള്ള ലേലത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു. ആദ്യ ലേലത്തിൽ 33,33,333 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചിരുന്നുവെങ്കിലും ടെൻഡർ സമർപ്പിച്ചയാൾ പണമടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ലേലം സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. വേലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ 2 മാസമായി തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഫെബ്രുവരി 8-നാണ് തെരുവ് വിളക്കുകൾ അവസാനമായി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പിറ്റേ ദിവസം തന്നെ കത്താത്ത ലൈറ്റുകളുടെ പോസ്റ്റ് നമ്പറുകൾ പഞ്ചായത്തിൽ അറിയിച്ചുവെങ്കിലും യാതൊരുവിധ തുടർ നടപടിയും ഉണ്ടായില്ലെന്ന് സ്വപ്ന രാമചന്ദ്രൻ പറയുന്നു. ശേഷവും ഇന്ന് മാർച്ച് 30 തീയതിയായിട്ട് പോലും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വാർഡുകളിൽ ജനങ്ങൾ രാത്രി പള്ളികളിലേക്കും മറ്റു പോകുമ്പോൾ തെരുവുനായ ആക്രമണവും അതുപോലെ പാമ്പ് വിഷജന്തുക്കളൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടും ഇത് കൃത്യമായിട്ട് പഞ്ചായത്തിനെ പലവട്ടം അറിയിച്ചിട്ടും ഒരു നടപടി ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു ദിവസം ഇവിടെ കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഇതിലൊരു തീരുമാനമാവാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. കാരണം എനിക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. കാരണം ജനങ്ങൾക്ക് രാത്രി നാളെ ഈസ്റ്ററാണ്, വലിയ രീതിയിൽ എല്ലാവർക്കും പള്ളിയിലേക്കും അവരുടെ വിശ്വാസങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഇത് മാസമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്കൊക്കെ നോമ്പ് തുറയായിട്ട് ബന്ധപ്പെട്ട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങേണ്ടതുണ്ട്. നിരവധി രാഷ്ട്രീയ കക്ഷികൾക്ക് ഇപ്പോൾ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾക്ക് പ്രചരണവുമായിട്ട് രാത്രി ഇറങ്ങേണ്ടതുണ്ട്. അപ്പോഴൊക്കെ അതേസമയം ഏപ്രിൽ 4-നുള്ളിൽ കരാറുകാരെ വിളിച്ച് അറ്റകുറ്റപ്പണി ചെയ്ത് തെരുവ് വിളക്കുകൾ തെളിയിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് വാർഡ് മെമ്പർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു.
എളവള്ളി പഞ്ചായത്ത് പരിധിയിൽ സമ്പൂർണ്ണമായി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ 20 ലക്ഷം രൂപ ചെലവിൽ 30 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇതിൽ 15 ലക്ഷം പഞ്ചായത്ത് പ്ലാൻ ഫണ്ടും ബാക്കി 5 ലക്ഷം ജനകീയ പങ്കാളിത്തത്തോടെ സ്വരൂപിച്ച തുകയുമാണ്. 6ഓളം കേബിൾ നെറ്റ്വർക്കുകളുടെ ഫൈബർ കേബിളുമായി ബന്ധിപ്പിച്ചാണ് പ്രവർത്തനം. കൂനമുച്ചി, പറപ്പൂർ, പാവർട്ടി എന്നീ KSEB സെക്ഷനുകളിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ഉപയോഗിക്കും. എളവള്ളി പഞ്ചായത്തിലും പാവർട്ടി പോലീസ് സ്റ്റേഷനിലും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കും. 30 ദിവസം ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും. അടുത്ത ഘട്ടത്തിൽ 14 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വ്യക്തമാക്കി. ഐക്യജനാധിപത്യ മുന്നണി ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സൈദലവി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PM അമീർ, E വേണുഗോപാലമേനോൻ, PM അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അക്കിക്കാവ് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് കത്താത്തതിൽ ഓട്ടോ തൊഴിലാളികളുടെ വേറിട്ട പ്രതിഷേധം. ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും എടുക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും റാന്തൽ വിളക്കുകൾ കത്തിച്ച് പ്രതിഷേധിച്ചത്. മേഖലയിൽ ഇരുട്ടിന്റെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം പെരുകിയതോടെ പൊറുതിമുട്ടിയ നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കയ്പമംഗലത്ത് നിർമ്മാണം കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് താഴെ ഇറങ്ങാനും വെള്ളം ഒഴുകിപ്പോകാനും വഴിയില്ലാത്ത അവസ്ഥ. പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്ത്. കയ്പമംഗലം പഞ്ചായത്തിലെ കാളമുറി ബീച്ച് റോഡിലാണ് സംഭവം. തകർന്നു കിടന്നിരുന്ന റോഡ് ടൈൽ വിരിച്ചതോടെ റോഡ് ഒരടിയോളം ഉയർന്നു. ടൈലിന്റെ അരികിൽ കോൺക്രീറ്റിംഗും പൂർത്തിയായതോടെ തറനിരപ്പും റോഡും തമ്മിൽ 3/4 അടിയോളം വ്യത്യാസം. റോഡിനിരുവശത്തുമായി ബാങ്കുകളും സപ്ലൈകോ, മെഡിക്കൽ ലാബ്, ഡോക്ടേഴ്സ് റൂം തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുമുണ്ട്. എവിടേക്കും വാഹനങ്ങൾ ഇറക്കാൻ യാതൊരു വഴിയുമില്ല. വെള്ളം ഒഴുകിപ്പോകാനും സംവിധാനമില്ല. റോഡ് അളക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം വ്യാപാരികൾ തടഞ്ഞിരുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി. പ്രസിഡന്റ്, എഞ്ചിനീയർ അവരൊക്കെ സാന്നിധ്യത്തിൽ നമ്മൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസം 7-ാം തീയതിക്കകത്ത് നമുക്ക് വേണ്ടതായ രൂപത്തിൽ കാര്യങ്ങൾ വ്യാപാരികൾക്കൊരു തടസ്സമില്ലാത്ത രൂപത്തിൽ എല്ലാം വൃത്തിയാക്കി ചെയ്തു തരാം എന്ന് എഞ്ചിനീയറും പ്രസിഡന്റും കൂടെ ഏറ്റിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ തീരുമാനമായി എന്നുള്ള രൂപത്തിൽ നമുക്ക് പിരിയാൻ പോകും. റോഡ് ടൈൽ വിരിച്ച കാളമുറി ബീച്ച് റോഡിലുണ്ടായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് വ്യാപാരികൾക്ക് പഞ്ചായത്ത് ഉറപ്പ് നൽകി. വ്യാപാരികളായ VR ഉല്ലാസ്, KP റജി, സലാം, സുധി, PG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. TCV കയ്പമംഗലം. എരുമപ്പെട്ടി മങ്ങാട് ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 1, 2, 3 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നിർധന കുടുംബത്തിന് വീട് പുനർനിർമ്മിച്ച് നൽകുകയും നിർധന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പും നൽകും. 2-ന് ദിവ്യബലി, പ്രസിദ്ധേന്തി വാഴ്ച, കൂടുതുറക്കൽ തുടങ്ങിയവ നടക്കും. തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കാർമ്മികനാകും. 3-നാണ് തിരുനാൾ. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൺവീനർ CD ജോസഫ്, കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് സാന്ത്വനം ട്രസ്റ്റ് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികം ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ TG രവി, ട്രസ്റ്റ് ട്രഷറർ EG സുധാകരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച തഹസിൽദാർക്കുള്ള കേരള സർക്കാരിന്റെ അവാർഡിനർഹനായ സാന്ത്വനം ട്രസ്റ്റിന്റെ വികസന സമിതി ചെയർമാൻ രാജേഷ് ചുള്ളിയലിനെ സത്യൻ അന്തിക്കാട് ആദരിച്ചു. MSc സുവോളജിയിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ അഖില പ്രദീപിനെ സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ സഹോദരൻ ജോർജും, MA പൊളിറ്റിക്സിൽ 3-ാം റാങ്ക് നേടിയ NV അഞ്ജനയെ ഗ്രാമ്യ ഓർബിറ്റ് മാനേജിംഗ് ഡയറക്ടർ രഘു പുളിക്കലും മൊമെന്റോ നൽകി ആദരിച്ചു. സംസ്ഥാന കാറ്ററിംഗ് അസോസിയേഷൻ ട്രഷറർ വത്സൻ തൃപ്രയാർ ക്യാൻസർ രോഗബാധിതനായ വ്യക്തിയുടെ കുടുംബത്തിനുള്ള പ്രതിമാസ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. അതിജീവനം ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ നിർവഹിച്ചു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ റാലി നടത്തി. CH റഷീദ് അധ്യക്ഷത വഹിച്ചു. O അബ്ദുൾ റഹ്മാൻ കുട്ടി, KD വീരമണി, AM അലാവുദ്ദീൻ, MV ഹൈദരാലി, TS അജിത്, RV അബ്ദുൾ റഹീം, KV ഷാനവാസ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദന യോഗവും നടത്തി.
സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, പരമേശ്വരൻകുട്ടി, ഉണ്ണി പണിക്കശ്ശേരി, MP മനോജ്, AG അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബോയ്സ് സ്കൂളിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമായി. കുഴൽക്കിണർ കുഴിക്കുന്നതിന് തൃശൂരിലെ ഗ്രൌണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രത്യേക സംഘം സ്കൂൾ സന്ദർശിച്ചു. കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനായി MLA AC മൊയ്തീൻ 2021-22 വർഷത്തിൽ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് തൃശൂരിൽ നിന്നുള്ള ഗ്രൌണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. നിലവിൽ കുന്നംകുളം ബോയ്സ്, ഗേൾസ് സ്കൂളുകളിൽ വേനൽക്കാലങ്ങളിൽ കടുത്ത ശുദ്ധജലക്ഷാമമാണ് നേരിടുന്നത്. കുന്നംകുളം ടൗൺ ഹാളിൽ നിന്നും ഭൂഗർഭ പൈപ്പുകൾ വഴിയും ടാങ്കർ ലോറികൾ വഴിയുമാണ് സ്കൂളുകളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗ്രൌണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായ ജൂനിയർ ഹൈഡ്രോജിയോളജിസ്റ്റ് ഷൈനി, ബിനു കുന്നംകുളം, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷെബീർ, കോൺട്രാക്ടർ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ഈ വർഷത്തെ വേലൂർ ഗ്രാമകം നാടകോത്സവ പുരസ്കാരത്തിന് പ്രശസ്ത നാടക പ്രവർത്തകൻ നരിപ്പറ്റ രാജു അർഹനായി. 11,111 രൂപയും പ്രശസ്തി പത്രവും ബലകവും അടങ്ങുന്ന പുരസ്കാരം ഏപ്രിൽ 9 നടക്കുന്ന നാടകോത്സവ സമാപന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. കേരള കലാമണ്ഡലത്തിലെ അധ്യാപികയും ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതി ചെയർപേഴ്സണുമായ ഡോക്ടർ കലാമണ്ഡലം രജിത രവി, ഗ്രാമകം ഫെസ്റ്റിവൽ ഡയറക്ടർ അരുൺലാൽ, പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രബലൻ വേലൂർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത്. ചെയർപേഴ്സൺ ഡോക്ടർ കലാമണ്ഡലം രജിത രവി, ജനറൽ കൺവീനർ EM വിനീത്, പ്രബലൻ വേലൂർ, AN സോമനാഥൻ, N ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മൂർക്കനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് ഞായറാഴ്ച കൊടിയേറും. തിരുനാൾ ദിനമായ ഏപ്രിൽ 7 രാവിലെ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ വിൻസെന്റ് നീലങ്കാവിൽ നേതൃത്വം നൽകും. ആൻഡോ ചിറ്റിലപ്പിള്ളി, ബെന്നി ചിറ്റിലപ്പിള്ളി, തോമസ് കണ്ണായി, ജിമ്മി അടിയാട്ടിപ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെയും അന്തിക്കാട് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീരാമൻ പാടശേഖരക്കുളത്തിലെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. യുവ കർഷകരായ സനോജ് പൂക്കാട്ട്, രാജേഷ് M നായർ, മനോജ് വാഴപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പ് മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ശാന്ത സോളമൻ, KK പ്രദീപ്, മുൻ മെമ്പർ AB ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി മാത്രമല്ല, തണ്ണിമത്തൻ കൃഷിയുണ്ട്, മറ്റു പല കൃഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ 2 കുളങ്ങൾ ഈ ശ്രീരാമചിറയിലുള്ള ഒരു കുളത്തിൽ സനു, മനോജ് 2 ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളാണ്. അവർ മത്സ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളർത്ത് മത്സ്യങ്ങൾ ഇന്ന് വിജയകരമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ വിളവെടുത്തിരിക്കുകയാണ്. ഗ്ലോറിയ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉയിർപ്പ് സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ ചന്ത സെന്ററിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AC ജോസ്, CV ലാസർ, ജെയ്സൺ തോമസ്, ജോൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ പീഠാനുഭവം, കുരിശുമരണവും ഉയിർപ്പും ഉൾപ്പെടുന്ന ദൃശ്യാവിഷ്കാരമാണ് ഗ്ലോറിയ ഫെലോഷിപ്പ് ഒരുക്കിയത്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ വിജയിപ്പിക്കുന്നതിന് പുതുക്കാട് മണ്ഡലം പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജോഷി C മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. MK ശശീധരൻ, ബൈജു വൈപ്പിൻകാടൻ, റെന്നി വർഗീസ്, കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നൈറ്റ് മാർച്ച് നടത്തി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, CPM നേതാക്കളായ ET ശിവദാസൻ, MA ഹാരിസ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി വാണിജ്യം. കളിച്ചിരിയും കഥകളുമായി കുട്ടിക്കുരുന്നുകളുടെ സുരക്ഷിത ലോകം ഒരുക്കി കാൻഡി ഫ്ലോസ് മോണ്ടിസോറി പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ വിയൂർ പാടൂക്കാട് പ്രവർത്തനമാരംഭിച്ചു.
കുട്ടിക്കൂട്ടങ്ങളെ വരവേൽക്കാൻ പക്ഷിമൃഗാദികളും കാർട്ടൂൺ കഥാപാത്രങ്ങളും നിറഞ്ഞ ചുമരുകളും പരിസരവും, ഊഞ്ഞാലും സ്ലൈഡുമെല്ലാം അടങ്ങുന്ന കുട്ടി പാർക്ക്, കുഞ്ഞൻ കട്ടിലോട് കൂടിയ വിശ്രമമുറി, ഡൈനിങ് ഏരിയ, കൂടാതെ മികച്ച മോണ്ടിസോറി അധ്യാപകരുടെ കരുതൽ, ഇങ്ങനെ കുരുന്നുകൂട്ടുകാർക്ക് വിനോദ വിജ്ഞാന സമ്പന്നമായ ഒരു ലോകം വിഭാവനം ചെയ്യുകയാണ് ക്യാൻഡി ഫ്ലോസ് മോണ്ടിസോറി. വിയൂർ ദീപ തിയേറ്ററിന് സമീപം ആരംഭിച്ച ക്യാൻഡി ഫ്ലോസ് സ്ഥാപന ഉടമകളുടെ അമ്മമാരായ വിലാസിനി പത്മനാഭൻ, തങ്കം സിദ്ധാർത്ഥൻ, കെ എ ജാനമ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപന ഉടമകളായ ഷീനു ബെറ്റി, ടി കെ ഗോപിക, കുടുംബാംഗങ്ങളായ ബെറ്റി പത്യാല, സോന ജയപ്രകാശ്, പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണ, മോണ്ടിസോറി അധ്യാപകരായ വന്ദന ശ്യാംപ്രകാശ്, രജിത, രേഷ്മ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. 1 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 വരെ ഡേ കെയറും, 2 മുതൽ 4 വയസ്സ് വരെയുള്ളവർക്കായി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രീ സ്കൂളും പ്രായഭേദമന്യേ ആഫ്റ്റർ സ്കൂൾ കെയർ സേവനങ്ങളും ലഭ്യമാണ്. കൂടാതെ 2 മുതൽ 8 വയസ്സ് വരെയുള്ളവർക്കായി ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ സമ്മർ ക്യാമ്പും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 8590447806. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ പഴകിയ ഭക്ഷണം പിടികൂടാനെത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ഹോട്ടൽ ഉടമയും ജോലിക്കാരും ചേർന്ന് തടഞ്ഞുവെച്ചു. സ്ത്രീ ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ടതായി പരാതി. പണയത്തിലിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തിയയാളെ ആക്രമിച്ച് 5.5 ലക്ഷം കവർന്നതായി പരാതി. കോഴിക്കോടുള്ള ജ്വല്ലറി ഏജന്റാണ് ആക്രമണത്തിനിരയായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മിക്കുന്നു. പുഴയിലൂടെ താൽക്കാലിക റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാലമാണ് പുനർനിർമ്മിക്കുന്നത്. മച്ചാട് മേലില്ലത്ത് കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു. വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്ന് നാട്ടുകാർ. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. അവണിശ്ശേരി സ്വദേശി ജിതീഷിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.